മിശിഹായിൽ സ്നേഹമുള്ളവരെ, തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിഷയമായി തന്നിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 75 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൽ 68-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. ദൈവം സന്ദർശിക്കുന്ന വ്യക്തികളും സ്ഥലങ്ങളും സമൂഹങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ ഗ്രന്ഥം വിരൽ ചൂണ്ടുന്ന ഒരു വലിയ സത്യമാണ് ഇത്. സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലും സക്കേവൂസിൻ്റെ ഭവനത്തിലും ലാസറിൻ്റെ ഉയർപ്പിലുമെല്ലാം നാം ഇത് കാണുന്നുണ്ട്. ഈ 3 വ്യക്തികൾക്കും ഈ സന്ദർശനം രക്ഷയുടെ മാർഗമായി ഭവിക്കുന്നുണ്ട്. നമുക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. നമുക്കെങ്ങനെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും സ്വീകരിക്കാൻ സാധിക്കും? അതേക്കുറിച്ച് വെളിപാട് 3-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. അതായത് ഈശോയുടെ സ്വരം കേട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെയും ഭവനത്തിൻ്റെയും വാതിൽ തുറന്നിട്ടാൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലും ഭവനത്തിലും സന്ദർശിക്കും. അതിൻ്റെ ഫലമോ രക്ഷയായിരിക്കും. നമുക്കെങ്ങനെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനാകും? അത് വചനത്തിലൂടെയും മനസാക്ഷിയിലൂടെയുമാണ് സാധ്യമാകുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ വിളി ശ്രവിച്ച് അവിടുത്തോട് പ്രത്യുത്തരിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കാലം നമുക്കോരോരുത്തർക്കും ദൈവ സന്ദർശനത്തിനായി നമ്മെ തന്നെയും നമ്മുടെ ഭവനങ്ങളെയും ഒരുക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.